12 ജില്ലാ സെക്രട്ടറി CPM-ന്റെ ശ്രീ രാജു അബ്രഹാം ചെയ്യുന്നു. ശ്രീ രാജു അബ്രഹാം, ഈ വില്ലേജ് ഉദ്യോഗസ്ഥന്, ഈ വില്ലേജ് ഓഫീസർക്ക് ഒരു ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി കാരണം അവിടെ ജോലി ചെയ്യാൻ ഭയമാണ്, അതുകൊണ്ട് സ്ഥലം മാറ്റിത്തരണം എന്ന് പറഞ്ഞ് കളക്ടർക്ക് പോവുകയാണ്. അവിടുത്തെ CPM-ന്റെ ഉത്തരവാദിത്തമല്ലേ ആ വില്ലേജ് ഓഫീസർക്ക് അവിടെ ജോലി ചെയ്യാൻ ധൈര്യം കൊടുക്കൽ? ശ്രീ രാജു അബ്രഹാം, അദ്ദേഹം അവിടെ ലീവ് എടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് സുരക്ഷിതമായിട്ട് അവിടെ ജോലി ചെയ്യാൻ വേണ്ടി കഴിയും. CPM-ന്റെ ഏരിയ സെക്രട്ടറി MV സഞ്ജുവുമായിട്ട് അദ്ദേഹം നടത്തിയ സംഭാഷണത്തെ തുടർന്നുള്ള ചില ഡയലോഗുകളാണ് ഇപ്പോ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ ആ ഓഡിയോ കേൾക്കുന്ന ആർക്കും മനസ്സിലാവും, അഷ്മിക്ക് മനസ്സിലാവും, സഞ്ജുവിനെ പ്രകോപിപ്പിക്കുകയായിരുന്നു. സഞ്ജു പ്രകോപിതനാകാതെ ശാന്തമായി മറുപടി പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും പ്രകോപനം ഉണ്ടാക്കി അദ്ദേഹത്തെ കൊണ്ട് ഒരു അവസരം ഉണ്ടാക്കുക, ഇതായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമല്ല. എന്തായാലും അദ്ദേഹം വളരെ കരുതിക്കൂട്ടിയാണ് ചെന്നത്. അദ്ദേഹം ഓഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. ഓഡിയോ റെക്കോർഡ് ചെയ്ത് ഒരു പ്രകോപനം ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ പിന്നിൽ ആരാണ്, എത്ര വികാരമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അല്ല ശ്രീ രാജു അബ്രഹാം, ഇവിടെ ജോസഫ് ജോർജ് എന്ന് പറഞ്ഞ വില്ലേജ് ഓഫീസർ ചെയ്യുന്നത് എന്താണ്? നികുതി അടയ്ക്കാത്ത ഏരിയ സെക്രട്ടറിയോട് നികുതി അടയ്ക്കണം എന്ന് പറഞ്ഞതാണ്. അത് പറയാനുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളല്ലേ വില്ലേജ് ഓഫീസർ ശ്രീ രാജു അബ്രഹാം? തീർച്ചയായിട്ടും അദ്ദേഹം നികുതി അടയ്ക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് ഞാൻ ഇന്ന ദിവസം നികുതി അടച്ചോളാം എന്ന് പറഞ്ഞു. അതിനുശേഷമായിരുന്നല്ലോ ഈ പറയുന്ന ഈ പ്രകോപനപരമായിട്ടുള്ള കമന്റുകൾ വില്ലേജ് ഓഫീസറുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ആ കമന്റുകളെ പക്വതയോടെ നേരിട്ട സഞ്ജുവിനെ വീണ്ടും വീണ്ടും പ്രകോപനത്തിലൂടെ ഇങ്ങനെ സംസാരിക്കാൻ ഇടവരുത്തിയ സാഹചര്യം അദ്ദേഹം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. ഇപ്പൊ എന്നെ ആർക്കും പ്രകോപിപ്പിക്കാൻ കഴിയും. ഇപ്പൊ ഞാൻ പ്രകോപനത്തിൽ വീഴുന്ന ആളുകളുണ്ടാവും, വീഴാത്ത ആളുകളുണ്ടാവും. ഇതിനെ സമന്വയത്തോടെ കാണുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ ചില ഓരോ വ്യക്തികളുടെയും ഒരു സ്വഭാവമാണ് അത്. പ്രകോപിക്കണോ പ്രകോപിക്കണ്ടായോ, പക്വതയാണോ എന്നുള്ളത്. ഓഫീസ് കയറി വെട്ടുമെന്നൊക്കെ പറയാമോ ശ്രീ രാജു അബ്രഹാം? ഓഫീസ് കയറി വെട്ടുമെന്നോ, അല്ലെങ്കിൽ ഓഫീസ് ഇറങ്ങി വരുമ്പോഴേക്കും ഞങ്ങളുടെ ആൾക്കാർ നിപ്പുണ്ട് എന്നൊക്കെ, അതിനുശേഷം പിന്നാലെ ഭീഷണി കോളുകളുടെ അടുത്ത കോൾ വന്നു, വീടും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളാണ്, ഭയക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റുമോ രാജു അബ്രഹാം? അല്ല, അതിനകത്ത് ഈ ഇന്നലെ കോള് വന്നു എന്ന് പറയുന്നതും CPM-മായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെ പോകുന്ന ഒരു പാർട്ടിയല്ല CPM. ആ കോള് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഫോണിൽ ആ നമ്പറുകളുണ്ട്. ആ നമ്പറുകളിൽ വെച്ച് അദ്ദേഹത്തിന് പരാതി കൊടുക്കാൻ കഴിയും. അത് അന്വേഷിച്ച് ആ ഫോൺ കോളിന്റെ ഉടമയെ അദ്ദേഹത്തിന് കണ്ടെത്താനും കഴിയും. ഇതെല്ലാം റെക്കോർഡ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളുമായിട്ടാണല്ലോ അദ്ദേഹം നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഇതും റെക്കോർഡ് ചെയ്യണം, ആ നമ്പർ വെച്ച് കൊടുക്കണം. അതിനകത്തൊന്നും പാർട്ടി ഇടപെടുന്ന പ്രശ്നമേ ഇല്ല. അല്ല, ഇപ്പൊ ആ സംഭാഷണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന വില്ലേജ് ഓഫീസിൽ ഈ ഇടത് സർക്കാരിന്റെ കീഴിലെ റവന്യൂ വകുപ്പിന്റെ കീഴിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഓഫീസിൽ ജോലി ചെയ്യാൻ ഭയമാണെന്ന് പറഞ്ഞ് കളക്ടർക്ക് പോകണം, എന്താണ് അവിടെ ഇനി വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്, വർക്ക് ചെയ്തോളൂ കുഴപ്പമില്ല എന്ന് പറയേണ്ടത് CPM അല്ലേ? അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുമോ? ആ ധൈര്യം കൊടുക്കേണ്ടത് CPM തന്നെ അല്ലേ ശ്രീ രാജു അബ്രഹാം? അങ്ങനൊരു വിവാദപരമായ ഒരു പ്രശ്നത്തിൽ നമ്മൾ ഇതുവരെ ഇടപെട്ടില്ല. അങ്ങനെ ഇടപെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇടപെടുകയും ചെയ്യും. ഇവിടെ നമ്മൾ നോക്കൂ, സഞ്ജു ഒരു പരാതിക്ക് പോയിട്ടില്ല. ഇദ്ദേഹമാണ് ഇതെല്ലാം ചെയ്ത് ഓഡിയോ റെക്കോർഡ് ചെയ്ത് പുറത്തു വിട്ടതിന് ശേഷം ജില്ലാ കളക്ടറേറ്റ് പോയിരിക്കുന്നത്. ജില്ലാ കളക്ടർ ഉചിതമായ തീരുമാനം എടുക്കട്ടെ, നമുക്ക് അതിനകത്തൊന്നും യാതൊരു വിരോധമില്ല. പക്ഷേ പൊതുജനങ്ങളോട് ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം മാതൃകാപരമായ പെരുമാറ്റച്ചട്ടമുണ്ട്. അത് ജനപ്രതിനിധികളോട് മാത്രമല്ല, സാധാരണപ്പെട്ട പാവപ്പെട്ട പൊതുജനങ്ങളോടാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുജനങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ അവർ വളരെ മാന്യമായി ഉത്തരം പറഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തെയൊക്കെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരാൻ പാടില്ല എന്നത് രാഷ്ട്രീയ നേതാക്കന്മാർ. അല്ല, ശ്രീ രാജു അബ്രഹാം ആണെങ്കിലും ഏരിയ സെക്രട്ടറി സഞ്ജു ആണെങ്കിലും മാധ്യമപ്രവർത്തന ഞാനാണെങ്കിലും നമ്മുടെ നാട്ടിൽ നിയമം ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ ഇയാൾ നികുതി അടക്കി, MV സഞ്ജു എന്ന് പറഞ്ഞാൽ നികുതി അടയ്ക്കുന്നില്ല. 2022 മുതൽ കെട്ടിട നികുതി അടയ്ക്കാനുള്ളത് ചൂണ്ടിക്കാട്ടി ഇയാൾ MV സഞ്ജുവിനെ ഫോണിൽ ബന്ധപ്പെടുന്നു, അടയ്ക്കണമെന്ന് പറയുന്നു. അടച്ചില്ലെങ്കിലോ എന്ന് തിരിച്ചു ചോദിക്കുന്നു. അവിടെ മുതലാണല്ലോ ആ ഫോൺ സംഭാഷണം പ്രകോപനം ആവുന്നത്. അപ്പം നമ്മൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ നിയമത്തിന് അതീതരാണ് എന്ന ചിന്ത ആർക്കും ഉണ്ടാകാൻ പാടുണ്ടോ ശ്രീ രാജു അബ്രഹാം? എല്ലാവരും നികുതി അടക്കണം. ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. നികുതി അടയ്ക്കേണ്ടത് കൃത്യമായിട്ട് നികുതി അടയ്ക്കുക തന്നെ വേണം. അതിനകത്ത് ഒരു സംശയമില്ല, തർക്കമില്ല. നികുതി സർക്കാരിന്റെ വരുമാന മാർഗം കൂടിയാണ്. അപ്പം ആ നികുതി അദ്ദേഹത്തിന്റെ ജോലി തിരക്കിനിടയിലാണോ കുടിശ്ശിക വന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏരിയ സെക്രട്ടറിയാണ്, 24 മണിക്കൂർ ഓടി നടക്കുന്ന
ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ള ജോലി തിരക്കിനിടയിൽ വിട്ടുപോയതാണോ നമുക്ക് അറിയില്ല. എന്തായാലും നികുതി അടയ്ക്കണ്ട എന്ന് ഒരു കാരണവശാലും അല്ല, നികുതി അടച്ചില്ലെങ്കിലോ എന്ന തിരിച്ചോദ്യം സഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് വരേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ഏത് നാട്ടുകാരനാണ് എന്ന് ചോദിക്കേണ്ട കാര്യം എന്താണ് ശ്രീ രാജു എബ്രഹാം? ഇപ്പൊ നികുതി അടയ്ക്കാന്ന് ഇപ്പൊ ജോലി തിരക്കിൽ വിട്ടുപോയാലും എന്തായാലും എന്റെ ഉത്തരവാദിത്തമാണ് നികുതി അടയ്ക്കേണ്ടതുള്ള കാര്യം. അപ്പൊ എന്റെ വില്ലേജ് ഓഫീസ് എന്നെ വിളിച്ച് ആഷ്മി നികുതി അടക്കണം എന്ന് പറഞ്ഞാൽ യെസ് സർ നികുതി അടച്ചോളാം എന്ന് പറയലാണല്ലോ നമ്മുടെ ഉത്തരവാദിത്തം. അതല്ല നമുക്ക് ഓപ്ഷൻ വേറെ ഇല്ലല്ലോ രാജു എബ്രഹാം. പോയി അടയ്ക്കുക, അതല്ലേ ഉള്ളൂ. നികുതി അടച്ചോളാം എന്ന് അദ്ദേഹം പറഞ്ഞതല്ലേ. അപ്പോ അതിനുശേഷമാണല്ലോ പിന്നീടുള്ള ഡയലോഗുകളിലേക്ക് വരുന്നത്. ആ ഡയലോഗ് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എന്റെ വിനീതമായ അഭിപ്രായം.